തൃശൂരിൽ 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള ദേശീയ ശാസ്ത്ര പ്രദർശനത്തിന് തുടക്കമായി. 120 സ്ഥാപനങ്ങളിൽ നിന്ന് 160 സ്റ്റോളുകളാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശാസ്ത്രമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്ന ഫോക്കൽ തീമിലാണ് ഈ വർഷത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വേദിയാവുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് ദേശീയ ശാസ്ത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ശാസ്ത്ര പ്രദർശനത്തിന് തുടക്കമായെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് പ്രദർശന നഗരി സജീവമായത്. വർഷം പിന്നിടുന്ന ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശനത്തിൽ രാജ്യത്തെയും വിദേശത്തെയും ഏറ്റവും മികച്ച ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് പ്രവർത്തിക്കുന്നത്. പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങളായ വിക്രം സാരാഭായി സ്പേസ് സെന്റർ, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്നിവയും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളും പ്രദർശനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. 2010 ശേഷം ദീർഘമായിട്ടുള്ള ഒരു 14 വർഷക്കാലത്തിന് ശേഷമാണ് തൃശ്ശൂർ വെച്ച് ശാസ്ത്ര കോൺഗ്രസ് തന്നെ നടക്കുന്നത്. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2 വർഷക്കാലമായി നടക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു മുടക്കവും കൂടാതെ കേരളത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി നേതൃത്വത്തിൽ ഈ ശ്രദ്ധേയമായ പരിപാടി നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു പോർഷനാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള മുഴുവൻ അറിവുകളെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഈ പ്രദർശനം. സാധാരണ ഉണ്ടാകുന്നതിൽ നിന്ന് ഇരട്ടിയായി ഏതാണ്ട് 120ഓളം സ്റ്റാളുകളാണ് ഈ ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രദർശന വേളയിൽ തയ്യാറായിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവ് പകർന്നു നൽകുന്ന പ്രദർശനം പൊതുജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ നേടുകയാണ്. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ തുടക്കവും പുരോഗതിയും മനസ്സിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് നാളെ വൈകുന്നേരം സമാപിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 1500-ലധികം ശാസ്ത്രജ്ഞരും ഗവേഷകരും പങ്കെടുക്കുന്ന കോൺഗ്രസിൽ 13 മേഖലകളിൽ നിന്നായി 800 ഗവേഷണ പ്രബന്ധങ്ങളും അവതരിപ്പിക്കും. ന്യൂസ് മലയാളം, തൃശൂർ.